മകളെ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ സജ്ജമാവുകയാണ്. ഓരോ ദിവസങ്ങളും പിന്നിടുകയാണ്. ഓരോ ദിവസങ്ങളിലൂടെ കർത്താവായ യേശു നിന്റെ വീട്ടിൽ വന്ന് വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ഭയപ്പെട്ടും വിഷാദിച്ചും ഇരിക്കുന്ന യുവാവേ, എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യുവതിയെ, മാതാപിതാക്കന്മാരെ, കർത്താവിന്റെ ആത്മശക്തി തരുന്ന വചനങ്ങൾ ശ്രവിക്കുക. നിന്നെ വീണ്ടും റീവൈറ്റലൈസ് ചെയ്യുന്ന വചനമാണ് ഓരോ ദിവസങ്ങൾ നിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇതാ കർത്താവ് തരുന്ന വചനം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ വചനം തനിച്ചിരുന്ന് പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങളെ, ഈ വചനം പല പ്രാവശ്യം നീ ഏറ്റുപറയുക. എനിക്ക് കഴിവില്ല, എനിക്ക് സമ്പത്തില്ല, പാരമ്പര്യമില്ല, കുടുംബ മഹിമയില്ല, അന്തസ്സുള്ളൊരു ജോലിയില്ല, സൗന്ദര്യമില്ല. ഇങ്ങനെ പറയുന്ന ചിന്താ വൈകല്യങ്ങൾ നീ എടുത്തു മാറ്റി. കർത്താവാണ് എൻ്റെ സഹായകൻ, അവിടുന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. വിശ്വസിച്ച് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുക. ആവശ്യമില്ലാത്ത ഭയവും ആവശ്യമില്ലാത്ത സംശയങ്ങളും ദൂരെ വലിച്ചെറിയുക. എന്നിട്ട് ആത്മധൈര്യത്തോടെ പറയുക, ഞാൻ കർത്താവിന്റെ കരം പ്രത്യാശയോടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. കർത്താവാണ് എൻ്റെ സഹായകൻ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.